ഹായ് ഫ്രണ്ട്സ്, തായ്വാൻ പോകാനായിട്ട് ഇപ്പൊ കൊച്ചി എയർപോർട്ടിൽ നിന്ന് നമ്മൾ സിംഗപ്പൂർ വഴി കണക്റ്റഡ് ഫ്ലൈറ്റിലാണ് പോണേ കേട്ടോ. ഇന്ത്യയിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ തായ്വാനിലോട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റ്. അപ്പം നമ്മൾ സിംഗപ്പൂർ വരെ ഏകദേശം ഒരു 4.5 മണിക്കൂർ വരും ഫ്ലൈങ് ഹവേഴ്സ് വരുന്നത്. ഈ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തത്. അത്യാവശ്യം നല്ല ഫ്ലൈറ്റുമാണ്, അവരുടെ സർവീസും നല്ലതാണ്. ഈ സിംഗപ്പൂർ എന്നിട്ട് പിന്നെ നമ്മൾ ട്രാൻസ്ഫർ വഴി കുറച്ച് ഇതൊക്കെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്കൊരു ഫ്ലൈങ് ഹവേഴ്സ് തായ്പേയ് വരെ എന്ന് പറഞ്ഞാൽ ഒരു 4.5 തൊട്ട് 5 മണിക്കൂർ വരും തായ്വാന്റെ ക്യാപിറ്റലായ തായ്പേയിലോട്ട്. അപ്പൊ ടോട്ടൽ ഏകദേശം ഒരു 9.5 മണിക്കൂറോളം ഫ്ലൈങ് ഹവേഴ്സ് വരുന്നുണ്ട്. തായ്വാന്റെ ക്യാപിറ്റലായ തായ്പേയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി. അത്യാവശ്യം വലിയ എയർപോർട്ടാണ് കേട്ടോ. ഇനി ഇമിഗ്രേഷന്റെ കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇവിടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലൊക്കെ പോലെ തന്നെ ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ചില മീറ്റ് ഐറ്റംസ് പ്ലാന്റ്സ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അവർ കാണിച്ചു തരും കേട്ടോ. ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് വേസ്റ്റിലോട്ട് ആദ്യം തന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണം. അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച് പിന്നീട് കഴിഞ്ഞു കഴിഞ്ഞാൽ തായ്വാൻ കറൻസി തായ്വാൻ ഡോളർ നമ്മുടെ ഒരു 2.90 റുപ്പീസ് വരും. 3 രൂപ താഴെ ഒരു ഡോളർ വാല്യൂ. അപ്പൊ അത് നമുക്ക് നാട്ടിൽ എക്സ്ചേഞ്ച് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ US ഡോളർ നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എയർപോർട്ടിൽ നിന്ന് അഗെയിൻ തായ്വാൻ ഡോളർ ആക്കുകയാണ്. അല്ലെങ്കിൽ പുറത്ത് ലോക്കൽ ഷോപ്സിലൊന്നും US ഡോളർ മാറ്റി തരില്ല. നമ്മുടെ കേരളം പോലെ തന്നെ ഒരു മൗണ്ടൈനിയസ് മലകളൊക്കെ ഉള്ള ഒരു ലാൻഡ്സ്കേപ്പ് ടോപ്പോഗ്രാഫി കേട്ടോ ഇവിടെ. കൂടാതെ ഇവരിങ്ങനെ റോഡ് സൈഡിലൊക്കെ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല ചെടികളും മരങ്ങളൊക്കെ. പിന്നെ പക്ഷെ റോഡ്സ് ഒക്കെ നമുക്ക് നല്ല വെൽ കൺസ്ട്രക്റ്റഡ് റോഡ്സ് ആട്ടോ. പിന്നെ നീറ്റും ആണ്, അത് നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ നമ്മുടെ പോലെ തന്നെ ക്ലൈമറ്റ് ആട്ടോ, അതായത് മഴയും വെയിലും ആയിട്ട്. ഫുഡ് കഴിക്കാൻ റെസ്റ്റോറന്റ് കയറിയിരിക്കുക കേട്ടോ, ലഞ്ചിന്റെ സമയമായതുകൊണ്ടേ. അപ്പൊ ഇവിടെ ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ എന്താ സെർവിങ് റോബർട്സിനെ വെച്ചിട്ടാണ്, ഓട്ടോമാറ്റഡ് സെർവിങ് റോബർട്സിനെ വെച്ച് സെർവ് ചെയ്യുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഇതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കാണാൻ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇവര് മിക്സ് ചെയ്ത ഫുഡാട്ടോ കൂടുതലും, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പ്രോട്ടീൻ അങ്ങനെ. ഇതൊക്കെ ഈ വൈറ്റ് കളറിലുള്ള ഉള്ളി ചിക്കൻ ആട്ടോ. ഉള്ളില് ചിക്കനും ജിഞ്ചറൊക്കെ വെച്ചിട്ട് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്, ഉള്ള സംഭവമാണ്. ഇതിന് ചോപ്പ് സ്റ്റിക്സ് എന്നാ പറയാ കേട്ടോ. ഇത് ഉപയോഗിച്ചാണ് ഇവര് ഫുഡ് കഴിക്കുന്നത്. നമ്മളെ പോലെ ഇങ്ങനെ കൈകൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ അല്ല. ഇത് 5000 വർഷങ്ങൾക്ക് മുമ്പ് സ്പൂൺ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ച യൂട്ടൻസിലാന്ന് പറയുന്നത്. വിയറ്റ്നാമിലും ഇങ്ങനെ കാണാം കേട്ടോ. ഇതിനൊരു പ്രാക്ടീസ് വേണം, നമുക്ക് ആ പ്രാക്ടീസ് ഇല്ല. ഈ ടവറിന്റെ പേരാണ് തായ്പേയ് 101 എന്നാണ്. ഇതിനൊരു ബാംബുവിന്റെ ഡിസൈൻ ആട്ടോ ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇതിന് 101 നിലകളുള്ളതുകൊണ്ടാട്ടോ ഇത് തായ്പേയ് 101 എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 2004 മുതൽ 2009 വരെ ഇത് ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ആയിരുന്നു. അതായത് 508 മീറ്റർ ഹൈറ്റ്, 1667 ഫീറ്റ് ഹൈറ്റ് ആണ്. പിന്നീട് ദുബായിൽ ബുർജ് ഖാലിഫ വന്നപ്പോൾ ആ ക്രെഡിറ്റ് ബുർജ് ഖാലിഫയ്ക്ക് പോയി. പക്ഷെ ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സ്പീഡിൽ പോകുന്ന എലിവേറ്റർ ഇതിനകത്താണുള്ളത്. അതായത് ഇതിന്റെ 89ാമത്തെ ഡെസ്ക് എന്ന് പറഞ്ഞാൽ നില എന്ന് പറഞ്ഞാൽ ഒബ്സർവേറ്ററി ഡെസ്ക് ആണ്. അവിടം വരെ പോകാനായിട്ട് 37 സെക്കൻഡ് മതി കേട്ടോ. ഇവിടെ ശരിക്കും ഫൈനാൻഷ്യലായ ഓഫീസുകള്, പിന്നെ ഷോപ്പിംഗ്സ് ഉള്ള ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഈ ഒബ്സർവേറ്ററി ഡെസ്കിലൊക്കെ വന്നിട്ട് മേളിൽ നിന്നുള്ള പനോരമിക് വ്യൂ ആണ് കേട്ടോ. സിറ്റിയുടെ തായ്പേയ് സിറ്റിയുടെ വ്യൂ ഇതിൽ നിന്ന് കാണാം. ഇതാണ് വിൻഡ് ഡാംപർ കേട്ടോ. അപ്പൊ ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല, ടൂറിസ്റ്റുകൾ ഇങ്ങനെ കുറെ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. ഇത് ശരിക്കും ഇതിന്റെ ഒരു വെയിറ്റ് 660 മെട്രിക് ടൺ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സസ്പെൻഡഡ് പെൻഡുലം ആട്ടോ. തൂങ്ങിക്കിടക്കുന്ന ഒരു പെൻഡുലം ആണ് ഇത്. ഈ ടവറിന്റെ 87ാമത്തെ നിലയ്ക്കും 92ാമത്തെ നിലയിലും ഇടയിലായിട്ടാണ്. അത് 5 നിലകളിലായിട്ട് തൂങ്ങിക്കിടക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ടവറിനെ സ്ട്രെങ്തൻ ചെയ്യും. മാത്രമല്ല ടൈഫൂൺസ്, ചുഴലിക്കാറ്റ്, എർത്ത് ക്വിക്സിൽ നിന്നൊക്കെ, അതായത് ഭൂകമ്പത്തിൽ നിന്നൊക്കെ ഈ ടവറിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇതുപോലത്തെ വിൻഡ് ഡാമ്പേഴ്സ് യുഎസിലെ ടവറിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒബ്സർവേറ്ററി ഡെസ്ക് ആണ്. നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ഈ എന്താ തായ്പേയ് സിറ്റിയുടെ പാനോരമിക് വ്യൂ കാണാൻ പറ്റും. മൗണ്ടേനിയസ്, തായ്വാൻ എന്ന് പറഞ്ഞ ഒരു മൗണ്ടേനിയസ് കൺട്രി ആണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സൈറ്റ് ആണ് ഇവിടുന്ന് നോക്കിയാല്.
തായ്വാൻ ഈ ഏഷ്യ കോണ്ടിനെന്റിൽ തന്നെയാണല്ലോ. ഇത് ഒരു ഐലൻഡ് ആണ്. അപ്പൊ ഇതിന്റെ ചുറ്റുമുള്ള കടലുകൾ എന്ന് പറഞ്ഞാല് സൗത്ത് ചൈന സീ, ഈസ്റ്റ് ചൈന സീ, ഫിലിപ്പൈൻ സീ ആണ് കേട്ടോ. അപ്പൊ കടലിന് അപ്പുറമുള്ള രാജ്യങ്ങള് ചൈന, ജപ്പാൻ, ഫിലിപ്പൈൻസ് ആണ്. ഈ കടലുകളൊക്കെ കണക്ട് ചെയ്യുന്ന പസഫിക് ഓഷ്യനിലോട്ടാട്ടോ. തായ്വാന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ചൈനയുടെ ചരിത്രമായിട്ട് ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും. അതായത് ചൈനയിൽ അവസാനം ഭരിച്ച കിങ് രാജവംശത്തെ അട്ടിമറിച്ചിട്ട് കൂമിൻതാങ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചു. അപ്പൊ പിന്നീട് ഈ കൂമിൻതാങ്ങിനെ ഗറില്ലാ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തി മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിലെ പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചു. അപ്പോഴേ ഈ കൂമിൻതാങ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഈ അടുത്തുള്ള ഐലൻഡ് തായ്വാനിൽ വന്ന് സെറ്റിലായി ഭരിക്കാൻ തുടങ്ങി. ഈ ചൈനയിൽ നിന്ന് കുമിൻതാങ് ഓടി ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ കിങ് രാജവംശമായിരുന്നല്ലോ, അവരെ അട്ടിമറിച്ചാണ് കുമിൻതാങ് ചൈനയിൽ ഭരണം ROC റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചത്. അപ്പൊ ആ കിങ് രാജവംശത്തിന്റെ കീഴിലായിരുന്നു കേട്ടോ ഈ തായ്വാൻ എന്നുള്ള ഐലൻഡ്. ഇവിടെ കുറെ ട്രൈബ്സ് ഉണ്ടായിരുന്നു, ഇൻഡിജീനിയസ് ഇവിടെ തന്നെ ഒറിജിനേറ്റ് ചെയ്ത. എന്നിരുന്നാൽ പോലും രാജവംശത്തിന്റെ കീഴിലായിരുന്നു. പക്ഷെ 16-ാം നൂറ്റാണ്ടില് ഇവിടെ സ്പാനിഷും ഡച്ചും ഒക്കെ ഈ തായ്വാനിൽ കോളനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രാജാവിനോട് ചോദിച്ചു കയറി. പിന്നെ 18-ാം നൂറ്റാണ്ട് ലാസ്റ്റ് ജപ്പാൻകാർ ഇവിടെ കോളനൈസ് ചെയ്യും. അവര് 1911 രാജാവിനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് അത് കീഴടക്കി കേട്ടോ. പിന്നെ ജപ്പാൻകാർ ഇവിടെ വിടുന്ന എന്താന്ന് വെച്ചാല് ഇവിടുന്ന വർഷം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൽ 1945 കഴിഞ്ഞ് ജപ്പാൻ ആറ്റം ബോംബൊക്കെ ആയിട്ട് അവർ തോറ്റു കഴിഞ്ഞപ്പോഴാണ് തായ്വാൻ പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ ബിൽഡിംഗ് ആയത്. പ്രസിഡന്റ് ആണ് ഹൈറാർക്കി അനുസരിച്ച് കൺട്രിയുടെ ഹെഡ് വരുന്നത്. കുമിൻതാങ് അതിന്റെ ഷോർട്ട് ഫോം KMT എന്നാട്ടോ പാർട്ടി. അവരാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും പിന്നീട് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായി. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആളാണ്. തായ്വാന്റെ ഒഫീഷ്യൽ നെയിം ROC എന്ന റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. അതായത് ഇപ്പൊ തായ്വാനി ചൈനയിൽ പണ്ട് കുമിൻതാങ് ചൈനയിലായിരുന്നപ്പം ചൈനക്കിട്ട പേരാണത്. അവരാണല്ലോ ഇവിടെ വന്ന് ഭരിക്കുന്നത്. ശരിക്കും കുറെ വർഷങ്ങൾ വരെ US പല രാജ്യങ്ങളും ഈ കമ്മ്യൂണിസ്റ്റ് ചൈനയായിട്ട് അംഗീകരിച്ചിരുന്നില്ല കേട്ടോ. തായ്വാനെയാണ് അവർ ചൈനയായിട്ട്, അതായത് റിപ്പബ്ലിക് ഓഫ് ചൈന തായ്വാനെയാണ് അവർ ചൈനയായിട്ട് അംഗീകരിച്ചിരുന്നത്. ശരിക്കും ചൈനയ്ക്ക് തായ്വാനെ പിടിച്ചടക്കിയാൽ കൊള്ളാന്ന് അവർ പറയുന്നത്. ചൈന പറയുന്നത് തായ്വാൻ അവരുടെയാന്നാണ് പറയുന്നത്. കാരണം അവിടെ നിന്ന് വന്ന ആളുകളാണല്ലോ പണ്ടത്തെ തായ്വാൻ ഭരിക്കുന്നത്. ശരിക്കും ഇത് പിടിച്ചെടുത്താൽ കൊള്ളാന്നുണ്ട്. പക്ഷെ തൊടത്തില്ല, കാരണം തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ US അടിക്കും. അപ്പൊ അതൊരു വലിയ യുദ്ധമായിട്ട് മാറും. ഇവിടെ ഏത് ഏജിലുള്ളവരും സൈക്കിൾ ഓടിച്ചു പോണതാണ് കേട്ടോ. ചെറുപ്പക്കാര്, കുട്ടികള്, പ്രായമായവര്, അവരൊക്കെ നല്ല സ്ലിം ആണ്. പിന്നെ അതുപോലെ തന്നെ സ്കൂട്ടറും ഉണ്ട്. ധാരാളം ആൾക്കാർ സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സും. ഇത് കണ്ടോ, ഇത് സൈക്കിൾ സ്റ്റാൻഡ്, ഇത് റെന്റിന് വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ആളൊന്നും ഇല്ല. നമ്മൾ ഇത് ഓൺലൈൻ നമ്മളൊരു മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓൺലൈനായിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി. ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ വേറെ കാർഡുകൾ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനിടയിൽ ഇവിടെ സ്റ്റാൻഡിൽ കണ്ടോ ഒഴിഞ്ഞു കിടക്കണ വെച്ചാല് സൈക്കിൾ ആളുകൾ എടുത്തോണ്ട് പോയതാണ് റെന്റിന്. അപ്പൊ പേയ്മെന്റ് ചെയ്ത് അവർ പാസ്വേഡ് അയച്ചു ചെയ്തിട്ട് അങ്ങനെ ആ പാസ്വേഡ് വെച്ചിട്ട് ഇത് അൺലോക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ലൊരു സംവിധാനം, ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇത് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കണ്ട. ഇതിന്റെ തന്നെ ഇവരുടെ കമ്പനിയുടെ തന്നെ പല സ്ഥലത്ത് സ്റ്റാൻഡുകളുണ്ട് ഇതുപോലെ തന്നെ. അപ്പൊ അത് നമ്മുടെ ആ ചെല്ലുന്ന ഡെസ്റ്റിനേഷനിൽ കൊണ്ടുവന്ന് ഇത് വെച്ചാൽ മതി കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ സ്കൂട്ടറുകളും നമുക്ക് ഹയർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ആളുകൾ ഇഷ്ടം പോലെ ഇത് സൈക്കിൾ ഉപയോഗിക്കുന്നതാണ്. നല്ല രസമാട്ടോ. തായ്വാനിലെ ഒരു ലോക്കൽ മാർക്കറ്റ് ആട്ടോ ഈ കാണുന്നത്. ഇതുപോലെ ധാരാളം ലോക്കൽ മാർക്കറ്റ്, പിന്നെ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ വിൽക്കുന്ന ധാരാളം വഴികളുണ്ട് കേട്ടോ. ഇവിടെ ധാരാളം ആൾക്കാർ ഇങ്ങനെ ഇടത്തരം ജോലികളിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻഗേജ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഈ ഷോപ്സിലൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറെ ഗെയിംസ് ഒക്കെ വെച്ചിട്ട് പിന്നെ അതിൽ ഗിഫ്റ്റ് കൊടുത്തിട്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്.高兴过关来做这个简单哦。然后你们两个都有礼物哦。
ഇത് കണ്ടോ, ഫ്രൂട്ട്സ് കേട്ടോ, ഫ്രൂട്ട്സ് എന്തോ പ്രോസസ് ചെയ്തിട്ടിരിക്കുക, എനിക്ക് ഗ്രില്ല് ചെയ്തിട്ടിരിക്കുന്ന പോലെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. നല്ലാന്ന് തോന്നുന്നുണ്ട്. ഒന്ന് വാങ്ങി നോക്കിയാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നോക്കട്ടെ കേട്ടോ. എക്സ്ക്യൂസ് മീ, പ്ലീസ് ടേക്ക് ദ ഫസ്റ്റ് വൺ, ദ ബ്ലൂബെറി. Blueberry, yeah. ഓക്കെ ഓക്കെ ഓൺലി വൺ $50. സൂപ്പർ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ചെറുതായിട്ട് ഷുഗർ ചേർത്തിട്ട് അത് ചെറുതായിട്ട് സ്റ്റീം ചെയ്തിട്ട് പിന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഷുഗർ ചേർത്തായിട്ട് തോന്നില്ല കേട്ടോ. ഈ തായ്വാനിൽ ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ്സ് ഉള്ള ധാരാളം ഇട റോഡുകളുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര നീറ്റാട്ടോ. ആളുകൾ അത് ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. തായ്വാനിൽ ശരിക്കും പറഞ്ഞാൽ ഈ വേസ്റ്റ് ഇട്ടാൽ നന്നായിട്ട് ഗവൺമെന്റ് നല്ല ഫൈൻ ഇടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഇട റോഡിലൊന്നും വേസ്റ്റ് ബിന്നോ ക്യാമറയോ ഒന്നും ഇല്ല. വേസ്റ്റ് ബിൻ ഇല്ലെങ്കിൽ ഇവരെ വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു പോളിസിയൊക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ. പക്ഷെ ഇതൊന്നും ക്യാമറ ഇല്ലെങ്കിൽ പോലും അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായി മാറി, അതായത് അവരുടെ ക്യാരക്ടറിന്റെ ഒരു ഭാഗമായി മാറി കേട്ടോ. അത് ഇങ്ങനെ നീറ്റ്നെസ് എന്ന് പറഞ്ഞാല്. പിന്നെ നമ്മുടെ പോലെയുള്ള ട്രഡീഷണൽ ഫുഡ്സ് അല്ല കേട്ടോ. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കൂടിയ ഫുഡ്സ് അല്ല. അവര് മീറ്റൊക്കെ ധാരാളം മീറ്റ് ചൈന പോലെ എല്ലാം ഉപയോഗിക്കുമെങ്കിൽ തന്നെ അത് ശരിക്കും വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് എല്ലാം ഉള്ള ഒരു പ്രിപ്പറേഷൻ. അവരുടെ ഈ മെഡിറ്ററേനിയൻ ഫുഡിന്റെ ഒരു സ്റ്റൈലിലുള്ള ഒരു ഫുഡാട്ടോ. അതുകൊണ്ട് തന്നെ അവർക്കധികം എന്താ വണ്ണമൊന്നും തടി ആളുകൾക്കില്ല കേട്ടോ. ആളുകൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വന്ന്. ഇടത്തരം ഈ ഇതില് എൻഗേജ് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇവര് ശരിക്കും സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൾക്കാരൊക്കെ വളരെ ഓപ്പണും സിമ്പിളും ആയിട്ടാട്ടോ തോന്നിയത്. നമ്മളെ ഭയങ്കര നമ്മളെ ഒരു റെസ്പെക്ട് ചെയ്യുന്ന പോലെ നമ്മളെയൊക്കെ വലിയ ഒരു അവരെന്താ അവർക്ക് വലിയ റേസ് ഇല്ല. അതായത് ഈ ചില രാജ്യങ്ങളിൽ ചെന്നാൽ റേസ് ഉണ്ട്, ചൈനയിലില്ല കേട്ടോ, റേസ് ഇല്ല. ജപ്പാൻ കാനഡയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് വലിയ സംഭവമാണ് അവരുടെ വിചാരം. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഒരു ഇതില്ല കേട്ടോ. സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട്. ഇതാണ് തായ്വാനിലെ ബ്യൂട്ടിഫുൾ സൺമൂൺ ലേക്ക് കേട്ടോ. ഇതിന്റെ നടുക്കൊരു ചെറിയ ഐലൻഡ് ഉണ്ട്, ലെല്ലു ഐലൻഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈസ്റ്റ് സൈഡ് സണ്ണിന്റെ ഷേപ്പും വെസ്റ്റ് സൈഡ് മൂണിന്റെ ക്രസന്റ് മൂണിന്റെ ഷേപ്പും ആയതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഇത് റിവറുമായിട്ട് കണക്റ്റഡ് ആണ്. റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഉണ്ടാക്കുന്നത്, അതായത് ഡാം വഴി ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ഒരു കേബിൾ കാർ റോപ്പ് വഴിയിട്ട് ഒരു തീം പാർക്കുമായിട്ടും ഒരു ട്രൈബൽ വില്ലേജുമായിട്ടും യൂറോപ്യൻ സ്റ്റൈൽ ഗാർഡനുമായിട്ടും കണക്റ്റഡ് ആണ് കേട്ടോ. ഈ സൺമൂൺ ലേക്കിന്റെ അടുത്ത് തന്നെ ഒരു കേബിൾ കാർ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ കേബിൾ കാർ റോപ്പ് വഴി ഒരു ഫോർമോസൻ അബറിജിനൽ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലോട്ട് പോകാൻ പോകട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചൈനയിൽ നിന്ന് വന്ന കോമിൻതാങ് ആണ് എസ്റ്റാബ്ലിഷ് ആയി ഭരിച്ചു തുടങ്ങിയെന്ന്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഇവിടെ കുറെ ഇൻഡിജീനിയസ് പീപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടെ തന്നെ ഒറിജിനേറ്റ് ചെയ്ത ട്രൈബ്സ്, ഔദ്യോഗികമായി അംഗീകരിച്ച 16 ട്രൈബ്സ് ഉണ്ട് കേട്ടോ. അവരുടെ ഇപ്പൊ നമ്മൾ എത്തി അവിടെ. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും ഇവിടെ ഒരു വാട്ടർ തീം പാർക്ക് ഉണ്ട്, റോളർ കോസ്റ്റർ ഒക്കെ ഉള്ള, അവിടെ പോകുന്നില്ല. അതുകൂടാതെ ഇവിടെ ഇവരുടെ ഒരു കൾച്ചറൽ ഷോ ഉണ്ട് ട്രൈബ്സിന്റെ കേട്ടോ, അത് കാണുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ അടുത്തൊരു ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഗാർഡൻ ഉണ്ട് കേട്ടോ, അതും കാണാൻ പോകുന്നുണ്ട്. ഇതാണ് ഈ വില്ലേജിന്റെ അടുത്ത് തന്നെയുള്ള ബ്യൂട്ടിഫുൾ യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്റ്റഡ് ഗാർഡൻ ആണ് കേട്ടോ. ഇതിന്റെ പേര് ഷൂഷാലിയൻ ഗാർഡൻ എന്നാണ്. ഇത് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. തായ്വാന്റെ വിശേഷം ഇവിടെ തീരുന്നില്ല കേട്ടോ. ഉടൻ തന്നെ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യും. തായ്വാന് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ കൺട്രി കേട്ടോ. ഒറ്റ വാക്കി പറഞ്ഞാൽ തായ്വാന് പകരം വയ്ക്കാൻ തായ്വാൻ മാത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.